ബിൽഡ് ഓൺ എന്നുള്ള പേരിലേക്ക് ഞങ്ങൾ എത്തിയത് തന്നെ അതായത് ബിൽഡ് ഓൺ നമുക്ക് വേണ്ടി നമുക്ക് ചെയ്യാം, അതിന് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ബിൽഡ് ഓൺ എന്നുള്ള പേര് തന്നെ. നമ്മൾ കസ്റ്റമൈസേഷനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവൻ പ്ലാനുകളിൽ മാത്രമൊന്നുമല്ല, ഇവൻ അതിനകത്തുള്ള പ്രൊഡക്റ്റുകൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നതിനകത്തും ഒക്കെ കസ്റ്റമൈസേഷൻ. അപ്പം ഇന്ന ബ്രാൻഡിൻ്റെ ഇന്ന സാധനം അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. ആൾക്കാർക്ക് ഇപ്പം അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്യാം. അത് നമ്മളുമായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ബ്രാൻഡ് ആണെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാൻ പോലുള്ള കൺസ്ട്രക്ഷൻ എനിവേ നമ്മളായിരിക്കും ചെയ്യുന്നത്. പക്ഷേ അത് സപ്ലൈ ചെയ്യാനുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ശരിക്കും പള്ളിക്കര ജംഗ്ഷനിൽ നിന്നാണ്, പള്ളിക്കര റോഡെന്നല്ല നമ്മൾ പറയുന്നത്, പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് 150 meters ആണ് ഈ പ്രൊജക്ടിൻ്റെ എൻട്രൻസ്. വേറൊരു കൈൻഡ് ഓഫ് പറയുകയാണെങ്കിൽ ഈ പ്രൊജക്ടിൻ്റെ എൻട്രൻസിൽ നിന്നാൽ നമുക്കൊരു പക്ഷേ പള്ളിക്കര ജംഗ്ഷൻ അല്ലെങ്കിൽ ആ മെയിൻ റോഡ്, ആ സ്റ്റേറ്റ് ഹൈവേ കാണാം, അത്രമാത്രം അടുത്താണ്. പിന്നെ ഈ പ്രൊജക്ടിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഇത് അത്യാവശ്യം നല്ലൊരു ഹില്ലിലാണ് പ്രൊജക്ട് നിൽക്കുന്നത്. ടൗണിനോട് ഇത്ര അടുത്താണെങ്കിലും ഇത് നല്ലൊരു ഹില്ലിലാണ് ഈ പ്രൊജക്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ വെരി വൈഡ് ഓപ്പൺ വ്യൂസ് ഉണ്ട്, നല്ല ഹിൽ വ്യൂ ഉണ്ട് ഒപ്പം തന്നെ. അപ്പോൾ ഇതിന് ആർക്കിടെക്ചർ സെറ്റ് ചെയ്തേക്കുന്ന ഓരോ വില്ലയിൽ നിന്നും നമുക്ക് ഈ വൈഡ് ഓപ്പൺ വ്യൂവും ഈ ഹില്ലുകളും ഒക്കെ കാണാവുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിന് ആർക്കിടെക്ചർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പം ബിൽഡോണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈയിടെ റേറയുടെ സൈറ്റിൽ നിന്ന് ഡേറ്റ വില്ല പ്രോജക്റ്റ് ചെയ്തവർ ഡേറ്റാസ് ലോഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വില്ല പ്രോജക്റ്റുകൾ ഇപ്പോൾ ചെയ്യുന്നത് ബിൽഡോണാണ്. നമുക്ക് 6 ഓൺഗോയിങ് പ്രൊജക്ട്സിലായിട്ട് 189 units ആണ് നമുക്കിപ്പം ട്രിവാൻഡ്രം കൊച്ചിയുമായിട്ട് നടക്കുന്നത്.